നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആകെ ഒറ്റ ക്വസ്റ്റ്യനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. സോ ഇവിടെ പറയുന്നൊരു കാര്യം, എ സെർട്ടൻ സം ഓഫ് മണി പ്രിൻസിപ്പൾ ആയിരിക്കും അല്ലേ, എമൗണ്ട്സ് ടു. സോ ഞാൻ ഈ പ്രിൻസിപ്പളിനെ എക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ് കേട്ടോ. പി എന്നോ എം എന്നോ സംതിങ് വാട്ടോ എന്ത് വേണോ വിളിക്കാൻ, ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു തുക ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പം 2 ഇയേഴ്സ് കഴിഞ്ഞു. 2 ഇയേഴ്സ് കഴിഞ്ഞപ്പം അത് 6300 റുപ്പീസ് ആയി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രിൻസിപ്പൾ അറിയില്ല, നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാം, എമൗണ്ടും അറിയാം. ഓക്കെ, അഗെയിൻ ആ എമൗണ്ട് 7875 റുപ്പീസ് ആയി. എപ്പോൾ? 3 ഇയർ 9 മന്ത്സ് കഴിഞ്ഞപ്പം. അപ്പോൾ ഓൾറെഡി 2 വർഷം കഴിഞ്ഞതല്ലേ. 3 വർഷം 9 മാസം കഴിയാന്നുണ്ടെങ്കിൽ ഓൾറെഡി എത്ര കഴിഞ്ഞിട്ടുണ്ട്? 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി 3 വർഷം 9 മാസത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 1 വർഷം 9 മാസം കഴിഞ്ഞാൽ പോരെ. സോ നമുക്കിവിടെ 1 ഇയർ 9 മന്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇനി നമുക്കിവിടെ കാണാൻ പറഞ്ഞത് ഇത്രയും ഡാറ്റയെ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഡാറ്റ വെച്ചിട്ട് ഈ ഒരു സ്കീമിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രിൻസിപ്പൾ കാണണം. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ പ്രിൻസിപ്പൾ മീൻസ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ 7875 മൈനസ് 6300 ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 1575 റുപ്പീസാണ്. ഓക്കെ ആണല്ലോ. ഞാൻ ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ഇയർ 9 മന്ത്. അപ്പോൾ ഈ 9 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ അല്ലേ, 9 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ 12 ഇയർ ആണ്. അപ്പോൾ എനിക്ക് 0.75 ഇയർ എന്ന് കിട്ടും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇതും 1.75 ഇയർ അല്ലേ. നമുക്ക് നോർമലി ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം 2 വർഷത്തേക്ക് 500 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് 250 250 നമുക്ക് കിട്ടൂലേ. അതെങ്ങനെ മനസ്സിലായി? 2 വർഷത്തെ ഇൻട്രസ്റ്റ് 500 റുപ്പീസ്. സോ 500 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടൂലേ. അതേപോലെ ഇവിടെ 1 ഇയർ 9 മന്ത്സ് 1 ഇയർ 9 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. 1 ഇയർ 9 മന്ത്സ് അതായത് 1.75 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 1575. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാൽക്കുലേറ്റർ എടുത്തിട്ട് 1575 ഡിവൈഡഡ് ബൈ 1.75 എന്ന് കൊടുക്കും. ഓക്കെ, 1575 ഡിവൈഡഡ് ബൈ 1.75. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 900 റുപ്പീസ്. ഈ 900 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഇയർ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ സൈഡിൽ എഴുതി വെക്കും 1 ഇയർ ഇൻട്രസ്റ്റ്. 1 ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 900 റുപ്പീസ് ആണ്. ഓക്കെ ആണല്ലോ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടേ, ഈ 6300 റുപ്പീസ് എന്ന് പറയുന്നില്ലേ, അത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു എക്സ് പ്രിൻസിപ്പൾ ഉണ്ട്. 2 വർഷം അതിലോട്ട് വന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ലേ? നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പൾ, അടുത്ത വർഷം ഇൻട്രസ്റ്റ് കിട്ടി, അടുത്ത വർഷം ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ഒരു എക്സും പ്ലസ് ഐ 2 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 900 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇയർ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവും? നമുക്ക് 1800 റുപ്പീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ 6300-300-നകത്തുനിന്ന് 1800 റുപ്പീസ് ഞാൻ അങ്ങോട്ട് മൈനസ് ചെയ്യും അല്ലേ. എമൗണ്ടിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രിൻസിപ്പൾ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് എത്ര കിട്ടുക? 6300 മൈനസ് 1800 ചെയ്ത് കഴിഞ്ഞാൽ 4500 റുപ്പീസ് കിട്ടും. ഇതാരാ? ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് 4500 റുപ്പീസ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രിൻസിപ്പൾ കിട്ടി, എല്ലാവരും കിട്ടിയില്ല. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ എളുപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ, I = P. നോർമലി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യേനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും അല്ലേ. സോ ഞാനിവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് 900 റുപ്പീസ് കൊടുക്കുവാണ്, പ്രിൻസിപ്പളായിട്ട് 4500 റുപ്പീസ് കൊടുക്കുവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല, നമ്പർ ഓഫ് ഇയേഴ്സ് 2 എന്ന് ഞാൻ 1 ഇയർ അല്ലേ. 1 വർഷത്തെ ഇൻട്രസ്റ്റ് ആണല്ലോ 900 റുപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇയർ കൊടുത്തു. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക. 900 ഡിവൈഡഡ് ബൈ 4500 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും 20% അല്ലേ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 20%. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ കൗണ്ട് വളരെ കുറവാണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. വളരെ ഈസി.